നമസ്കാരം. കൃഷ്ണാരി മിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ കുഞ്ഞുണ്ണികൃഷ്ണനായിട്ടാണ്. കുഞ്ഞുണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്തൊരു കൗതുകതറിയോ കാണാൻ. ഏതാണ്ട് ഒരു 1.5 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു കുഞ്ഞു വാവയാണ് വിചാരിക്കുക. ആ കുഞ്ഞു വാവകള് കാല് നീട്ടി വെച്ചിരിക്കും. ആ മടിയില് എന്തെങ്കിലും ഒരു പ്ലേറ്റില് എന്തെങ്കിലും ഒരു കുഞ്ഞു സാധനം പഞ്ചസാര കൂട്ടിയിട്ടുള്ള എന്തെങ്കിലോ അല്ലെങ്കിൽ 4 മുന്തിരിയോ 4 കൽക്കണ്ടോ ഒക്കെ വെച്ച് കൊടുത്താൽ എങ്ങനെയാ ഇരിക്കുക. അതുപോലെയാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ എന്നിരിക്കണേ. കുഞ്ഞു ഉണ്ണികൃഷ്ണനാണ്. കാല് നീട്ടി വെച്ചിരിക്കുകയാണ്. നീട്ടാൻ മാത്രം ഒന്നും കാലിന് വലിപ്പമായിട്ടില്ല കേട്ടോ. അത്ര കുഞ്ഞു ഉണ്ണികൃഷ്ണനാണ്. വെണ്ണയും ഓടക്കോലും കയ്യിൽ പിടിച്ചിട്ടാണ്. എന്താ കൈ പിടിച്ചിരിക്കണതെന്ന് മനസ്സിലാവുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക്. ഞാൻ 2-3 പ്രാവശ്യം എടുത്തെടുത്ത് നോക്കിയിട്ടാണ് മനസ്സിലായത്. എന്തായാലും നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണന്റെ കുഞ്ഞു പാദത്തില് അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഇന്ന് ഇലക്ഷൻ ഡേറ്റ് ആണല്ലോ. എല്ലാവരും വോട്ടൊക്കെ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി വരുന്ന വർഷങ്ങളിലും നമുക്ക് നല്ല രീതിയിൽ മികച്ച ഭരണകർത്താക്കളെ സ്വീകരിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം അല്ലേ. നല്ല ഭരണാധികാരികളാവട്ടെ, നല്ല നല്ല തീരുമാനങ്ങൾ വരട്ടെ. ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്തായാലും ഇന്നത്തെ കഥ നോക്കാം അല്ലേ. ഇന്ന് ഏതോ ദൂരത്ത് നടക്കുന്ന കഥയൊന്നും അല്ല. ഇന്ന് ഇപ്പോൾ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ നടന്നൊരു കഥ പറയാം കേട്ടോ. ഇപ്പൊ ഈ കഥ എന്നോട് പറഞ്ഞു തന്നത് സാക്ഷാൽ ഉണ്ണികൃഷ്ണൻ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏത് കഥയാ എന്ന് പറയണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ചേച്ചി വിളിച്ചിട്ട് ഈ കഥയെക്കുറിച്ച് എന്നോട് പറഞ്ഞത്. അപ്പൊ ആ കഥ തന്നെ ഇന്ന് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കഥ തന്നെ ആയിരിക്കാം. ഒരിക്കൽ ഗുരുവായൂർ അമ്പലത്തിലെ മേൽശാന്തിമാരെ 6 മാസം കൂടുമ്പോൾ മാറി മാറി വരാറുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഒരിക്കൽ ഒരു മേൽശാന്തി രാവിലെ ഭഗവാന്റെ നിർമാല്യത്തിന്റെ സമയത്ത് മേൽശാന്തിമാര് വന്നിട്ട് നട തുറന്നിട്ട് ആ ഒരു ഭഗവാന്റെ പാദത്തിൽ നിന്ന് തലേ ദിവസത്തെ അലങ്കാരം മാറ്റി തുടങ്ങൂലോ. പാദത്തിൽ നിന്ന് ഇങ്ങനെ മാറ്റി മുഖത്തെത്തിയ സമയത്ത് ചന്ദന അലങ്കാരം മാറ്റിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തില് ഭഗവാന്റെ ആ കണ്ണിന് താഴെയായിട്ട് മൂക്കിന്റെ വശത്തായിട്ടുള്ള ആ ഒരു ചന്ദനം ഇത്ര തവണ ഇങ്ങനെ മാറ്റാൻ ശ്രമിച്ചിട്ടും പോരണില്ല. അപ്പൊ ഇദ്ദേഹം വിചാരിച്ചത് എന്താ ഈ ചന്ദനം ഇങ്ങനെ പോരാതെ നിൽക്കണേന്ന് കരുതിയിട്ട് നല്ല ശക്തമായിട്ട് അതിങ്ങനെ കൈയിന്റെ നഖം വെച്ച് അങ്ങോട്ട് ഡീപ്പായിട്ട് എടുത്തു മാറ്റിയിട്ടാണ് അദ്ദേഹം അന്നത്തെ എണ്ണാഭിഷേകവും വാഗചാർത്തും ബാക്കിയെല്ലാം ചെയ്തത്. അന്നത്തെ ദിവസം ഇതെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും മേൽശാന്തിയുടെ കയ്യിന് വല്ലാത്തൊരു വേദന അനുഭവപ്പെടാൻ തുടങ്ങി. എന്തൊക്കെ ചെയ്തിട്ടും കൈ അനക്കാൻ പറ്റാത്ത അവസ്ഥ. നോക്കുമ്പോൾ കയ്യിൽ കുറേശ്ശെ നീര് വന്നിട്ടുണ്ട്. എന്താ പറ്റിയതെന്നറിയില്ല. ക്ഷേത്രത്തിലെ മേൽശാന്തി പുറപ്പെടാശാന്തിയാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട് ഡോക്ടേഴ്സ് ഇവിടെ വന്ന് ചികിത്സിക്കുകയാണ് പതിവുള്ളത്. അങ്ങനെ ഡോക്ടറെയൊക്കെ വിളിച്ചു വരുത്തി നോക്കുമ്പോൾ കൈ എവിടെയെങ്കിലും തട്ടിയിട്ടൊന്നുമില്ല. എന്തെങ്കിലും ഇടിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭാരമുള്ള വസ്തുക്കൾ കയ്യിലേക്ക് വീണതായിട്ടോ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ ചോദിച്ചപ്പോൾ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ കയ്യിന് വല്ലാത്ത വേദനയുണ്ട്. അത് മാത്രമല്ല, വലത്തെ കൈയിന്റെ ചൂണ്ടുവിരലിനെ കുറച്ച് അധികം വേദന അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും കടിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതിന്റെ പാടുകളോ അങ്ങനെ ഒന്നും കാണുന്നില്ല. എന്നാൽ നീര് വന്ന് വീർത്തിരിക്കുന്നുണ്ട്. തൊടാൻ പറ്റുന്നില്ല. രാവിലത്തെ ആ ഒരു നിർമാല്യത്തിന്റെ സമയം കഴിഞ്ഞതിന് ശേഷം ഒന്നും ചെയ്യാൻ പറ്റണില്ല മേൽശാന്തിക്ക്. അതാണ് അവസ്ഥ. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ മേൽശാന്തിക്ക് താൽക്കാലികമായി ചില വേദന സംഹാരികളെല്ലാം നൽകിയിട്ട് ഇത് കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കേണ്ടി വരും, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ താൽക്കാലിക ആശ്വാസത്തിനുള്ള മരുന്നെല്ലാം നൽകി മേൽശാന്തി വിശ്രമിക്കാൻ തുടങ്ങി. വിശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉറങ്ങിപ്പോവും. ഉറക്കം വളരെ കുറവല്ലേ ഉള്ളൂ. അപ്പോൾ ഉറങ്ങിപ്പോയ ആ ഉറക്കത്തിലെ സ്വപ്നത്തിലെ കണ്ടു നമ്മുടെ കുഞ്ഞുണ്ണികൃഷ്ണൻ വന്നിട്ട് പറഞ്ഞു, രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന ഉടനെ എൻ്റെ മൂക്കിന്റെ ആ പാലത്തിന്റെ അടുത്തായിട്ട് എന്തൊരു തരത്തിലാ കുത്തി വേദനിപ്പിച്ചത്. എനിക്ക് നല്ലോണം വേദന എടുത്തു കേട്ടോ മേൽശാന്തി.
അതുകൊണ്ടാണ് തിരിച്ചു മേൽശാന്തിക്കും ചെറിയൊരു വേദന ഞാനും തന്നത്. ഈ ഉണ്ണികൃഷ്ണന്റെ മുഖം ഇത്ര നല്ല മുഖത്ത് നോക്കി കൂത്താൻ തോന്നിയില്ലോ എന്നൊക്കെ പറഞ്ഞ ഒരു 4 വയസ്സുകാരൻ ഉണ്ണികൃഷ്ണൻ വന്നിട്ട് നമ്മുടെ മേൽശാന്തിയുടെ അടുത്ത് പറയാണ്. മേൽശാന്തി പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചുറ്റും കളഭത്തിന്റെ ഗന്ധം അദ്ദേഹത്തിന് ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. അദ്ദേഹത്തിന് മനസ്സിലായി ഇത് വേറെ ഒന്നും കൊണ്ടും സംഭവിച്ചതല്ല, ഞാൻ കുറച്ചധികം ശക്തമായിട്ട് ഭഗവാന്റെ മുഖത്ത് പിടിച്ചമർത്തിയത് കൊണ്ട് തന്നെ സംഭവിച്ചതാണ് എന്ന്. മേൽശാന്തി എന്താ വിചാരിച്ചത്? ഇത് വെറും കല്ലാന്ന് വിചാരിച്ചു. ഞാനല്ലേ ഉണ്ണികൃഷ്ണനല്ലേ തന്നെയാ സ്വപ്നത്തിൽ ചോദിച്ചതേ. അപ്പോ ഒന്നും നോക്കിയില്ല മേൽശാന്തി. അപ്പൊ തന്നെ ആ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ഉടനെ ഒന്ന് നമസ്കരിച്ചു. പോരാന്ന് തോന്നി അദ്ദേഹത്തിന്. അദ്ദേഹം പറഞ്ഞു, വേഗം പോവുക, നമുക്ക് ആ ശ്രീലകത്തേക്ക് പോവുക എന്ന് പറഞ്ഞു. അപ്പൊ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിനിപ്പോ വേദനയൊന്നും ഇല്ല എന്നും പറഞ്ഞു അദ്ദേഹം. ആ ഒറ്റ നമസ്കാരത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ വേദനയൊക്കെ കുറേശ്ശെ കുറഞ്ഞിരിക്കുന്നു കേട്ടോ. നേരെ പോയി കുളിച്ച് ശ്രീലകത്ത് കയറി ഉണ്ണികൃഷ്ണന്റെ പാദം തൊട്ടങ്ങോട്ട് നമസ്കരിച്ചു അത്രേ അദ്ദേഹം. വൈകുന്നേരം ആവുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ കയ്യിന്റെ വേദനയൊക്കെ അങ്ങോട്ട് ശമിച്ചു. ഒരു കുഴപ്പമില്ലാതിരുന്നു അത്രേ. അപ്പോ ആരാ അവിടെ ഇരിക്കണേന്ന് ആലോചിക്കണല്ലേ? നമ്മുടെ ഉണ്ണികൃഷ്ണനാണ് എന്ന ഭാവത്തിലെ ഓരോ ആളുകളും, ഭക്തൻ മാത്രല്ല കേട്ടോ, അവിടെ ജോലി ചെയ്യുന്ന ഓരോ ആളുകളും ഭഗവാനെ കാണാൻ പാടുള്ളൂ എന്ന് തന്നെയാ ഭഗവാന്റെ നിശ്ചയം. എന്നാൽ നിങ്ങളപ്പോ ചോദിക്കാം, എന്നിട്ടും അവിടെ ധാർഷ്ട്യക്കാരായിട്ടുള്ള അനേകം ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവരുടെയൊക്കെ 2 വശങ്ങൾ നിങ്ങൾ കാണണം. കുറേ മണിക്കൂറുകളായിട്ട് പറഞ്ഞാൽ കേൾക്കാത്ത അനേകം ഭക്തജനങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന ധാർഷ്ട്യമായിരിക്കാം. ഇനി അതല്ലാത്തവരും ഉണ്ട് കേട്ടോ. എല്ലാവരെയും ഒന്നും ഞാനിങ്ങനെ ന്യായീകരിക്കാനൊന്നും തയ്യാറല്ല. ചില ആളുകളുണ്ട് അങ്ങനെ അല്ലാതെ ധാർഷ്ട്യം കാണിക്കുന്നവർ, അധികാരം കാണിക്കുന്നവർ. അവർക്കൊക്കെ സമയം കിട്ടുന്നുണ്ടേ. ഉണ്ണികൃഷ്ണൻ കൊടുക്കാത്തോണ്ടൊന്നും അല്ലാതെ അവർക്ക് വേണ്ടപ്പോ ഭഗവാൻ നല്ലോണം അറിഞ്ഞെന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഉണ്ണികൃഷ്ണനെ കാണാൻ ചെല്ലുന്ന ഭക്തരാണെങ്കിലും അവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണെങ്കിലും ഒക്കെ ആ ശ്രീലകത്തിരിക്കുന്ന ചൈതന്യം ആരാണ് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്നതായിരിക്കും ആരോഗ്യപരമായ തീരുമാനം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പൊ ഇന്ന് അത്രയും ചോദ്യങ്ങളല്ല, ഇന്ന് അതാണ് എൻ്റെ കഥ. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം അല്ലേ. കുറേ ദിവസം മുമ്പ് ഞാൻ പെൻഡിങ് വെച്ച ചോദ്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ കൂടുതലായിട്ട്. സൗപർണിക ഹോം എന്ന ഐഡിയിൽ നിന്നാണ്. നമസ്കാരം സവിത, ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരാളുണ്ട്, നല്ല വിശ്വാസിയും അമ്പലങ്ങളിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളാണ്. അയാൾ തെറ്റ് ചെയ്യുന്നു, വ്യക്തിപരമായി മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നു. വിശ്വാസമുള്ളവരുടെ കൂട്ടത്തിലും ഇങ്ങനെയുള്ള ആളുകളെ കാണുന്നത് എന്തുകൊണ്ടാണ് സവിത? ഇതുണ്ടല്ലോ, ചില ആളുകളുടെ മനസ്സിൻ്റെയാണത്. ആ മനസ്സിൽ വല്ലാത്ത ദുഷിച്ച ചിന്തകളും അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ നല്ലോണം നാമം ജപിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അവരുടെ ഭജനത്തിനനുസരിച്ചുള്ള അനുഗ്രഹം അവരിൽ കാണാൻ സാധിക്കുകയില്ല. നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കോളൂ. ചിലപ്പോൾ അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭാഗവതം കൊണ്ടും നാരായണീയം കൊണ്ടും ഭഗവത്ഗീത കൊണ്ടും നാമം ജപം കൊണ്ടും ഒക്കെ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കേണ്ടാവും. ഭഗവാൻ സന്തോഷിക്കുകയൊക്കെ ചെയ്യൂട്ടോ. ഇതിനെ നമുക്കൊരു ബാങ്ക് ഡെപ്പോസിറ്റ് ആയിട്ട് കണക്കാക്കാം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരാൾ ജോലി ചെയ്ത 1000 രൂപ സമ്പാദിക്കുകയാണ്. പക്ഷേ ആ 1000 രൂപ അദ്ദേഹത്തിന് നിക്ഷേപിക്കാനോ അദ്ദേഹത്തിന്റെ ആ ഒരു സമ്പാദ്യം വർദ്ധിപ്പിക്കാനോ ഒന്നും പറ്റില്ല. കുറച്ച് അദ്ദേഹത്തിന് പാലിന് കൊടുക്കണം, പത്രത്തിന് കൊടുക്കണം, അരിക്ക് കൊടുക്കണം, പച്ചക്കറിക്ക് കൊടുക്കണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവസാനം അദ്ദേഹത്തിന്റെ കയ്യിൽ ബാക്കി 25 രൂപയുള്ളൂ. 1000 രൂപ കിട്ടിയ ആളുടെ കയ്യിൽ 25 രൂപ എന്ന് ആലോചിക്കണം. ഇതേമാതിരിയാണ് ഭക്തനായിട്ടുള്ള ഒരു ആള് ഇങ്ങനെ ജപിക്കുന്നുണ്ട്, ഒരുപാട് ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം സമ്പാദിക്കുന്ന ആ ഒരു സത്പ്രവൃത്തിയുടെ സദ്ഗുണങ്ങൾ ഉണ്ടല്ലോ, ഈ ഗുണങ്ങളൊക്കെ കൂട്ടി വെച്ചാൽ അദ്ദേഹം ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നുണ്ടല്ലോ ഓരോ ദിവസവും, അതും ആയിട്ട് തട്ടിക്കിഴിച്ചു നോക്കിയാൽ 0 എന്നായിരിക്കും ചിലരുടെയൊക്കെ കാണുക. ഒന്നുമില്ല, കാരണം ഉള്ളത് മുഴുവൻ അവരിങ്ങനെ നശിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ തിരുത്താനൊന്നും നമ്മൾ വിചാരിച്ച സാധിക്കില്ല. പക്ഷെ അവരിൽ നിന്ന് നമുക്കൊരു ഡിസ്റ്റൻസ് പാലിക്കാൻ സാധിക്കും. അപ്പോൾ കീപ് ഡിസ്റ്റൻസ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അവരിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് നിൽക്കുക. അവരെന്തോ ആവട്ടെ, അവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവർ അനുഭവിച്ചേ തീരൂ എന്നുള്ളത് വിശ്വസിച്ചുകൊണ്ട് മാറി നിൽക്കുന്നതാണ് നമുക്ക് നല്ലത് കേട്ടോ.
അടുത്തതായിട്ട് നമസ്കാരം സവിത, നെയ്ജപം മുതിർന്നവർക്കും ചെയ്യാമോ എന്നാണ് ബിൻസി എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും മുതിർന്നവർക്കും കുട്ടികൾക്കും ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തിന് ഗർഭിണികൾക്കും സാധാരണ ഗർഭിണികളാണ് അത് ചെയ്യാറുള്ളത്. എന്നാൽ മുതിർന്നവരും ആ നെയ്യ് വാങ്ങി സേവിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. അടുത്തതായിട്ട് അനിത എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. താമരപ്പൂ സമർപ്പിച്ചിട്ടും എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറുന്നില്ല, ഒരു സമാധാനവും ഇല്ല. അതിനിടയിൽ അമ്മായിയമ്മയുടെ വഴക്കിടലും ജീവിക്കണം എന്ന് പോലും ഇല്ല. നാരായണീയം 65 മുതൽ 69 വരെ ചൊല്ലുന്നുണ്ട്, നാരായണനാമം ചൊല്ലുന്നുണ്ട്, 12 നമസ്കാരം ചെയ്യുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഏത് നേരവും എൻ്റെ അമ്മായിയമ്മ എന്നെ പ്രാകുന്നു, എന്തിനാണ് ഈ വീട്ടിലേക്ക് കയറി വന്നത് എന്ന് ചോദിക്കുന്നു എന്ന്. മൗനം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ അവരോട് എതിർത്ത് പറയാതിരിക്കുക. ആ സമയത്ത് കുറച്ചുകൂടെ ഉറക്ക നാമം ജപിച്ച് നോക്കൂ. അവർക്ക് ദേഷ്യം കൂടുകയുള്ളൂ. അവർക്ക് നാമം ജപം കേൾക്കാനൊന്നും ഇഷ്ടാവില്ല. അപ്പൊ അവർക്ക് ദേഷ്യം വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഇങ്ങനെ തന്നെ പറയാ, ഉണ്ണികൃഷ്ണ കേട്ടില്ലേ എന്നെ പറയണത്, അങ്ങേക്ക് ഒരു സങ്കടവും ഇല്ലേ എന്നെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ? ഞാൻ അങ്ങയുടെ അല്ലേ എന്നൊന്ന് ചോദിച്ചു നോക്കൂ. ഒരു 2 പ്രാവശ്യം ചോദിച്ചാൽ മതി. ഭഗവാൻ പറയും നീ എൻ്റെ തന്നെയാ, നീ ഇങ്ങനെയൊന്നും കേൾക്കണ്ടെന്ന്. ഭഗവാൻ അത്ര കാരുണ്യവാനാണ്. ഒരു 2-3 പ്രാവശ്യം നമ്മളത് ചോദിക്കുമ്പോഴേക്കും ഉണ്ണികൃഷ്ണന് തോന്നും, അയ്യോ ഇവളെ എൻ്റെ അല്ലേ, ഇവളെ ഒരിക്കലും ഞാൻ കൈവിടില്ല എന്ന്. പിന്നെ താമര സമർപ്പിച്ച് പിറ്റേ ദിവസം തൊട്ട് മദ്യം കണ്ടു കഴിഞ്ഞാൽ അവരെ ഓക്കാനിക്കുന്നൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല കേട്ടോ. വർഷങ്ങളായിട്ട് അവരുടെ ശീലമാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു മോചനം തരണം എന്ന് പ്രാർത്ഥിച്ച് 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 നേരെയാക്കി എടുക്കാനേ പറ്റുള്ളൂ. ക്ഷമയോടെ കാത്തിരിക്കാൻ തന്നെ പറ്റുള്ളൂ കേട്ടോ. നോക്കൂ, എനിക്ക് വരുന്ന എല്ലാ ചോദ്യങ്ങളിലും ഈ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള, എല്ലാവർക്കും ഇൻസ്റ്റന്റ് ആയിട്ടുള്ള മറുപടി കിട്ടണം. ഇപ്പം എല്ലാം ഇൻസ്റ്റന്റ് ആണല്ലോ അല്ലേ. പണ്ടത്തെ പോലെ കുക്കിങ്ങിലൊക്കെ ഒന്നും ചെയ്യണ്ട, ഒക്കെ ഇൻസ്റ്റന്റാ നമുക്ക്. അപ്പം നമുക്കത് ശീലമായി. അനുഗ്രഹവും നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് അനുഗ്രഹം കിട്ടണമെങ്കിൽ നമ്മൾ ജന്മജന്മാന്തരങ്ങളായിട്ട് ചെയ്തു വെക്കുന്ന പുണ്യപ്രവർത്തികളുടെ ഫലം കൂടി നമ്മളുടെ സപ്പോർട്ടിന് ഉണ്ടാവണം, നമ്മുടെ ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടാവണം. അത് കുറവാണെങ്കിലുണ്ടല്ലോ നമ്മൾ ജപിച്ചുണ്ടാക്കുക തന്നെ വേണം കേട്ടോ. ക്ഷമയോടെ ജപിച്ചുണ്ടാക്കണം കേട്ടോ. അടുത്തതായിട്ട് നല്ലൊരു ചോദ്യം കേട്ടോ. ചന്ദ്രിക നായർ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായി എന്ന് വെച്ചോളൂ, അത് ആരെങ്കിലോടും പറയാമോ എന്നാണ്. ആചാര്യൻ എപ്പോഴും പറയാറുള്ളത് നമ്മുടെ കിടപ്പറ രഹസ്യം പോലെ രഹസ്യമായിരിക്കണം ശ്രീ ഗുരുവായൂരപ്പനും നമ്മളും തമ്മിലുള്ള അനുഭവങ്ങൾ എന്നാണ് പറയാറുള്ളത്. അത്ര കണ്ട രഹസ്യ സ്വഭാവത്തിൽ അതിനെ സൂക്ഷിച്ചു വെക്കണം എന്നാണ് ആചാര്യൻ പറയാറുള്ളത്. സാത്വികമായ ഭക്തിഭാവം എന്ന് പറയുന്നതേ അതാണത്രേ. ഞാനും എൻ്റെ കൃഷ്ണനും തമ്മിലുള്ള ബന്ധം, ഒരു കൃഷ്ണ ഭക്തനാണെന്ന് പോലും ആർക്കും തോന്നാത്ത തരത്തിൽ അവര് നാമം ജപിക്കുന്നുണ്ടാവും, അവർ ഭഗവാനോട് സംസാരിക്കുന്നുണ്ടാവും, അവർ ആ രീതിയിലാണ്. എന്നാൽ രാജസഭക്തി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, താമസഭക്തി എന്ന് പറയുമ്പോൾ ഒട്ടും അങ്ങനെയല്ല. ഇങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ കേട്ടിട്ടാട്ടോ ഇപ്പൊ ഞാൻ വരുന്നത്. ഈ താമസഭക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആചാര്യൻ ഇന്ന് പറഞ്ഞ ഉദാഹരണമാണ്. എന്താന്ന് വെച്ചാൽ ഈ കല്യാണ മണ്ഡപം, ഗുരുവായൂർ ക്ഷേത്രത്തിൽ അനേകം കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ദിവസം 300-ലധികം കല്യാണം, 400-ലധികം കല്യാണമൊക്കെ വന്നിട്ട് ഇപ്പോൾ 5 കല്യാണ മണ്ഡപങ്ങൾ വരെ ആയി ഈ കിഴക്കേ നടയിൽ അല്ലേ. ഇനിയൊരു കല്യാണ മണ്ഡപം അവിടെ സെറ്റ് ചെയ്യാനുള്ള സ്ഥലമില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ തെക്കേ നടയിലേക്ക് ഒരു 4 കല്യാണ മണ്ഡപം സൃഷ്ടിച്ചുകൂടെ, അല്ലെങ്കിൽ അവിടെ ഒന്ന് സെറ്റ് ചെയ്തുകൂടെ എന്ന് ചോദിക്കാം നമുക്കല്ലേ. പക്ഷെ ഭഗവാൻ കിഴക്കോട്ട് നോക്കിയിട്ടല്ലേ ഇരിക്കണേ. അപ്പോ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ഭഗവാന് കാണാൻ പാകത്തിന് വേണ്ടേ ഈ 5 കല്യാണ മണ്ഡപങ്ങളും സെറ്റ് ചെയ്യാൻ എന്നാണ് നമ്മൾ ചോദിക്കുക അല്ലെ. അത് താമസഭക്തിയാണത്രേ. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളെല്ലാവരും താമസം മാറാൻ തോന്നി എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ. കാരണം എന്താന്ന് വെച്ചാൽ ഭഗവാൻ കിഴക്കോട്ട് മാത്രമേ കണ്ടുള്ളൂ, ഭഗവാൻ അങ്ങോട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഭഗവാൻ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഉള്ളില് ശ്രീലകത്ത് കിഴക്കോട്ട് മാത്രം തിരിഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യമാണ് എന്ന് വിശ്വസിക്കാൻ മാത്രം വലിപ്പമേ നമ്മുടെ മനസ്സിനുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യണേ. പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഉണ്ണികൃഷ്ണനാണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിയും വിവരവും വിവേകവും ഒന്നും നമുക്കില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ താമസഭക്തിയുടെ ആൾക്കാർ എന്ന് പറയും. ഇനി രാജസഭക്തി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരാണ് കേട്ടോ. അതായത് ഇന്ന് ആചാര്യൻ പറഞ്ഞ ഒരു കഥയാണ് കേട്ടോ. അത് വേറൊന്നുമല്ല, ഒരു ദമ്പതിമാര് അവര് തൊഴാൻ വന്നു. ഫ്ലൈ ഓവറിന്റെ മുകളിലൂടെ അവരിങ്ങനെ വരിയിൽ കടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വരി ഇടയ്ക്ക് വെച്ച് ക്ലോസ് ചെയ്തു. അപ്പൊ ഇവര് മുകളിലാണ് നിൽക്കണേ. താഴെ ഭണ്ണാരത്തിന്റെ ചോടയായിട്ട് നിന്നിട്ട് ഒരു ഭാര്യയും ഭർത്താവും കൂടി പറയാണ്,
പൈസ ഇങ്ങോട്ട് എടുക്കൂ എന്ന് പറഞ്ഞിട്ട് 1,00,000 രൂപയുടെ കെട്ടായിട്ട് നോട്ട് ഇങ്ങനെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുകയാണ്. അപ്പൊ ഇവർ ഇടയ്ക്കിടയ്ക്ക് നോക്കണ്ട, ഞങ്ങൾ ഇത്രയും പൈസ ഇടുന്നത് എല്ലാവരും കാണില്ലേ എന്നുള്ളൊരു ഭാവത്തിൽ തന്നെയാട്ടോ ഇവർ നോക്കണത്. എന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് അറിയണം ഇവർക്ക് നല്ല ഭക്തി ഉണ്ട് എന്നുള്ളത്. അതുപോലെ ആ ഭക്തി കൊണ്ട് അവർക്ക് ഗുണമുണ്ട് എന്നുള്ളതൊക്കെ അവർ എല്ലാവരും ഒന്ന് അറിയണം എന്ന ഭാവത്തിൽ തന്നെയാണ് അവർ ആ പണം നിക്ഷേപിക്കുന്നത്. താഴെ ഈ തൊഴുത് കഴിഞ്ഞ് ഇറങ്ങി വന്ന ഈ ദമ്പതിമാര് പണം നിക്ഷേപിച്ച ദമ്പതിമാരെ കാണാനിടയായി. അപ്പൊ അവര് ചോദിച്ചു, നിങ്ങൾ നേരത്തെ ഭണ്ഡാരത്തിൽ അനേകം തുക നിക്ഷേപിക്കുന്നത് കണ്ടു, എന്താ അതിനെന്തെങ്കിലും പ്രത്യേകമായ കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സംശയമില്ല, കാര്യമുണ്ട്. ഞങ്ങള് കഴിഞ്ഞ ഏതാനും ഒരു 3-4 മാസം മുമ്പ് ഇവിടെ ഗുരുവായൂരപ്പനെ കാണാൻ വന്ന സമയത്ത് വലിയൊരു സങ്കടവും കൊണ്ടാ വന്നത്. ഞങ്ങൾക്കൊരു മകളുണ്ട്, ആ മകൾക്ക് ഏതാണ്ട് 28 വയസ്സായി. നാട്ടിലുള്ള ജ്യോതിഷന്മാരെല്ലാവരും പറഞ്ഞു 1 മാസത്തിനുള്ളിൽ ഈ പെൺകിടാവിന്റെ വിവാഹം നടന്നിട്ടില്ല എങ്കിൽ പിന്നെ വിവാഹ യോഗം ഇല്ല എന്നൊക്കെ. ഒറ്റ മാസം കൊണ്ട് ഒരു ആളെ കണ്ടുപിടിച്ച് തരണ്ടേ, അത് ഭഗവാനെ കൊണ്ടല്ലാണ്ട് ആരെ കൊണ്ടാ സാധിക്കുക? അങ്ങനെ സാധിച്ചാൽ 1,00,000 രൂപ ഇവിടെ കൊണ്ടുവന്ന ഭണ്ഡാരത്തിൽ ഇട്ടേക്കാമെന്ന് ഞങ്ങൾ നേർന്നിരുന്നു, അതാണ് നടന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ മകളുടെ വിവാഹം കഴിഞ്ഞു, ഒറ്റ മാസം കൊണ്ട് വിവാഹവും കഴിഞ്ഞ ഹണിമൂണിന് പോലും വരെ കഴിഞ്ഞു എന്നാണ് ഈ പാരൻസ് പറയുന്നത്. അപ്പോൾ മറ്റേ പാരൻസ് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലുണ്ട് ചൊവ്വാദോഷക്കാരിയായിട്ടുള്ള ഒരു മകള്, അപ്പോൾ ആ മകൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് ഈ 1,00,000 രൂപയൊന്നും ചെലവാക്കാനുള്ള പൈസ ഇല്ല, അത്രയും സാമ്പത്തിക സ്ഥിതി ഉള്ളവരല്ല ഞങ്ങൾ എന്ന് പറഞ്ഞു. ഒട്ടും പരിഭ്രമിക്കേണ്ട കേട്ടോ, സ്വയംവരം കൃഷ്ണനാട്ടം കളി എന്ന് പറഞ്ഞൊരു കളിയുണ്ട് ഇവിടെ, അത് ചീട്ടാക്കിക്കോളൂ, അപ്പൊ എല്ലാം നേരെയാവും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ നല്ല ഭക്തനാണ് എന്ന് കാണിക്കുകയാണ് മറ്റുള്ളവരോട്. അപ്പൊ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം എന്ന് കാണിക്കുകയാണ്. ഈ രാജസഭക്തിക്കാരുടെ ഒരു പ്രത്യേകതയാണ് അത് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് രാജസഭക്തിയാണ് എന്നാണ് ആചാര്യൻ പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ഏതാവണം എന്നുള്ളത് നമുക്കേ അറിയുള്ളൂ അല്ലേ. ഞാൻ വിചാരിക്കാറുണ്ട്, ഞാൻ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ് ഭഗവാൻ എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ, ഇല്ലായികൊന്നുമില്ല. പക്ഷേ ഞാനെന്നും അമ്പലത്തിൽ പോണ ആളാണ് എന്ന് ഞാൻ പറയാറില്ലേ. അപ്പോൾ ഞാൻ വലിയ ഭക്തയാണ് എന്ന് എല്ലാവരെയും അറിയിക്കണല്ലേ. ഇന്നാളൊരു ദിവസം ഒരു യൂട്യൂബർ പറയണ കേട്ടു, കയ്യിൽ ഈ നാമം ജപിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇതൊക്കെ കൊണ്ടു നടക്കുന്നത് ഒരുതരം പ്രഹസനാണ് എന്ന്. ശരിയാണ് അല്ലേ, ആ പ്രഹസനം നല്ലോണം ഉണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ വലിയ ഭക്തയാണ് എന്ന് കാണിക്കാനുള്ള ഒരു ശ്രമം എല്ലാവരുടെ ഇടയിലും എനിക്കുണ്ട് അല്ലേ. അപ്പൊ ഇത് രാജസത്തിൽ തന്നെ പെടും. ഈ കൃഷ്ണ അനുഭവം പറയുക എന്നുള്ളത് നമ്മൾ രാജസഭക്തരാണ് എന്ന് കാണിക്കുന്നതിന് തുല്യമാണ് അത്രേ. എന്തായാലും രാജസമായാലും താമസമായാലും സാത്വികമാണെങ്കിലും ശ്രീ ഗുരുവായൂരപ്പന് നമ്മളെ എല്ലാവരും പ്രിയപ്പെട്ടവരാണ് എന്നാണ് എനിക്ക് തോന്നിയിരിക്കണം. ഒരാൾക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് കുറഞ്ഞ ഭക്തിയാണെങ്കിലും ഭഗവാൻ വിചാരിക്കും, സാരില്ല പോട്ടെ, അവൻ എൻ്റെ കുട്ടിയല്ലേ, അല്ലെങ്കിൽ അവൾ എൻ്റെ കുട്ടിയല്ലേ, അതുകൊണ്ട് അവൾക്ക് അത്ര സ്റ്റാൻഡേർഡുകളും മതി എന്ന് വിചാരിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇനി ഷെയർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അടുത്തതായിട്ട് ഷീബ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ഗുരുവായൂരിലെ ഓദിക്കന്മാരെ കുറിച്ച് ഒന്ന് പറയൂ. ഇവരെയും നറുക്കെടുപ്പിൽ കൂടിയാണോ തിരഞ്ഞെടുക്കുന്നത്? ഗുരുക്ഷേത്രത്തിൽ മാത്രമാണോ ഈ ഓദിക്കന്മാരുള്ളത്? ഇതിന് പിന്നിൽ എന്തെങ്കിലും ഐതിഹ്യമുണ്ടോ? പ്രത്യേകിച്ച് ഐതിഹ്യമൊന്നുമില്ല. ഗുരുക്ഷേത്രത്തിൽ മാത്രമല്ല, മഹാക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടാവും ഓദിക്കന്മാർ. ഗുരുക്ഷേത്രത്തിലെ ഓദിക്കൻ കുടുംബാംഗങ്ങൾ പാരമ്പര്യ ജീവനക്കാരാണ്. അവരെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നതല്ല. 4 ഇല്ലത്തുള്ളവരാണ് കേട്ടോ. കക്കാട്, മുന്നൂലം, പൊട്ടക്കുഴി, പിന്നെ ഏതോ ഒരു ഇല്ലം കൂടി ഉണ്ട്, പഴയം. ഓക്കെ, ഇങ്ങനെ 4 ഇല്ലക്കാരാണ് കേട്ടോ ഇവിടെ എന്താ പറയുക ഓദിക്കൻ കുടുംബമായിട്ട്. ഞാൻ എപ്പോഴും ഏതെങ്കിലും ഒരു ഇല്ലം മറന്നു പോകും. ഇന്ന് പഴയാണ് പറഞ്ഞത്, ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ പൊട്ടക്കുഴിയാണ് പറഞ്ഞത്, ഏതെങ്കിലുമൊക്കെ ഇല്ലം ഞാൻ മറന്നു പോകും. അപ്പോൾ ഈ 4 ഇല്ലത്ത് ജനിച്ച നമ്പൂതിരിമാരെയാണ് ഇവിടുത്തെ ഓദിക്കൻ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അത് പാരമ്പര്യ ജീവനക്കാരാണ്. അവർക്ക് പ്രത്യേകിച്ച് നറുക്കെടുപ്പൊന്നുമില്ല. ഉപനയനം കഴിഞ്ഞാൽ മരണം വരെ അവരിവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ. അടുത്തതായിട്ട് നല്ലൊരു ചോദ്യമാണ് അടുത്ത ചോദ്യം. പ്രശാന്ത് എന്ന ഭക്തനാണ് ചോദിച്ചിരിക്കുന്നത്, ഈ ജന്മത്തിൽ ചെയ്ത പാപത്തിന്റെ ഫലം ഈ ജന്മത്തിൽ തന്നെ അനുഭവിക്കേണ്ടേ, അല്ലാതെ അടുത്ത ജന്മത്തിൽ എന്തിനാണ്? ഈ ജന്മത്തിൽ ചെയ്തത് അടുത്ത ജന്മത്തിൽ അറിയില്ലല്ലോ എന്ന്. നോക്കൂ, ഒരു തെറ്റ് ചെയ്താൽ അതിന്റെ ശിക്ഷ അനുഭവിക്കുമ്പോൾ അത് എന്തിനാണെന്ന് പോലും അറിയാതെ അനുഭവിക്കുന്നതിലാണ് ഏറ്റവും കൂടുതലായിട്ട് ക്രൂവലായിട്ട് അത് അനുഭവിക്കേണ്ടി വരുന്നത് അല്ലെ. മനുഷ്യന്റെ വിധി അതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ ചെയ്തു പോയ തെറ്റിന്റെ ഫലം അത് അനുഭവിക്കണമെങ്കിൽ
അതിനു മാത്രമുള്ള സാഹചര്യമായിരിക്കണം. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കണ്ടു കാണാത്ത ധൃതരാഷ്ട്രരുടെ 100 പുത്രന്മാരെയും ഭീമസേനാൽ വധിക്കപ്പെട്ടതിന് ശേഷം ഭഗവാനോട് കൃഷ്ണ എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത് എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഒരാളെ എങ്കിലും ബാക്കി വെക്കാതിരുന്നില്ലേ? ആരെയും ബാക്കി വെക്കാതെ എന്തുകൊണ്ടാണ് പാണ്ഡവരാൽ വധിക്കപ്പെട്ടത്? അത് കൃഷ്ണൻ അറിയാതെ ഒരിക്കലും സംഭവിക്കില്ലല്ലോ. എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്ന രീതിയിൽ അദ്ദേഹം ഭഗവാന്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഭഗവാനെ തൊട്ട് അങ്ങയുടെ കഴിഞ്ഞ ജന്മങ്ങളിലേക്ക് നോക്കൂ, അവിടെ നിന്ന് അങ്ങേക്ക് ആൻസർ കിട്ടും എന്ന് പറഞ്ഞു. 100 ജന്മം പിന്നിലേക്ക് പോയിട്ടും അദ്ദേഹം തെറ്റ് ചെയ്തതായിട്ട് തോന്നിയില്ല. പക്ഷെ 101ാമത്തെ ജന്മത്തിലാണ് അദ്ദേഹത്തിന് തോന്നിയത്. 101ാമത്തെ, അതായത് പുറകിലേക്ക് 101ാമത്തെ ജന്മത്തിൽ അദ്ദേഹം ഒരു പക്ഷിയുടെ 100 കുഞ്ഞുങ്ങളെ ആവശ്യമില്ലാതെ കൊന്നിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് അദ്ദേഹം ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത ചോദ്യം വന്നു, കൃഷ്ണ അങ്ങനെയെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ഈ 100 ജന്മവും കാത്തിരിക്കേണ്ടി വന്നത്? ഈ ഒരു ശിക്ഷ ഞാൻ ചെയ്തത് അതിൻ്റെ അടുത്ത ജന്മം എനിക്ക് തീർക്കാറുന്നില്ലേ? എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം അത് അനുഭവിക്കാതെ ഈ 101ാമത്തെ ജന്മത്തിൽ ഇത് അനുഭവിക്കേണ്ടി വരുന്നത് എന്ന്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അങ്ങേക്ക് 100 പുത്രന്മാർ ജനിക്കാനുള്ള സുകൃതം, കുഞ്ഞുങ്ങൾ ഉണ്ടാവാനൊരു സുകൃതം ചെയ്യണം നമ്മൾ. ആ സുകൃതം അങ്ങ് നേടിയെടുക്കുകയായിരുന്നു ഈ കഴിഞ്ഞ 100 ജന്മങ്ങളിലും. ആ സുകൃതം അങ്ങേക്ക് എത്തിയപ്പോഴാണ് അങ്ങേക്ക് 100 പുത്രന്മാരുണ്ടായത്. 100 പുത്രന്മാരുണ്ടായാലല്ലേ 100 പുത്രന്മാരെ വധിക്കണ്ടു. എന്നാലല്ലേ അങ്ങനെ വധിച്ചാലല്ലേ അങ്ങേക്ക് മനസ്സിലാവുള്ളൂ വധിക്കപ്പെടുമ്പോഴത്തെ വിഷമം എന്താണ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കർമ്മഫലം നമ്മൾ എന്തായാലും അനുഭവിക്കണം. അത് ഈ ജന്മത്തിൽ തന്നെ അനുഭവിക്കണമെന്ന് ചോദിച്ചാൽ, ഒരാള് ഒരു 70 വയസ്സുകാരനാണ് എന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ സ്ഥിരം പേപ്പറിൽ കാണുന്ന ന്യൂസാണ്. പോസ്കോ കേസുകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. 70 വയസ്സുള്ള ഒരു വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു 9 വയസ്സുകാരിയെ അല്ലെങ്കിൽ ഒരു 10 വയസ്സുകാരിയെ ശാരീരികമായിട്ട് അതിക്രമം ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. അയാൾക്ക് ശിക്ഷ കിട്ടണം, ഈ ജന്മം തന്നെ കിട്ടണം. എങ്ങനെ കിട്ടും ഈ ജന്മം? അദ്ദേഹം ഈ ഒരു പ്രവൃത്തി ചെയ്തതിൻ്റെ പിറ്റേ ദിവസം അയാൾ ആയുസ്സെത്തി മരിക്കുകയാണ്. പിന്നെ എങ്ങനെയാ? 70 വയസ്സ് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ആയുസ്സെത്തി അദ്ദേഹം മരിക്കുകയാണ്. പക്ഷെ ഈ 9 വയസ്സുകാരി അവരുടെ ശിഷ്ടകാലം മുഴുവനും ഈ ഒരു മെന്റൽ ട്രോമ കൊണ്ട് ജീവിക്കാൻ വിധിക്കപ്പെടുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ ആ കുട്ടി വളർന്ന് വലുതായാലും എത്ര വലുതായാലും ആ കുട്ടിയുടെ മനസ്സിൽ നിന്ന് ആ മെന്റൽ ട്രോമ ഒരിക്കലും പോവില്ല. അത് ആ കുട്ടിക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും. ആ ജന്മം മുഴുവൻ ആ കുട്ടി സഫർ ചെയ്യേണ്ടതായിട്ട് വരും, ഇല്ലേ? പക്ഷേ ഈ 70 വയസ്സുകാരന് 1-2 ദിവസത്തെ ശിക്ഷ മതിയോ? അല്ലെങ്കിൽ 1-2 വർഷത്തെ ശിക്ഷ മതിയോ? ഒരു ജന്മത്തിന്റെ സന്തോഷമാണ് അദ്ദേഹം ഇല്ലാണ്ടാക്കിയത്. അപ്പൊ അദ്ദേഹം അത് അനുഭവിക്കണമെങ്കിൽ അടുത്ത ജന്മം തന്നെ വരണം. എന്നാൽ തന്നെ അദ്ദേഹത്തിന് അത് അനുഭവിക്കേണ്ടി വരുള്ളൂ. അത്രയും കാലം അദ്ദേഹം അതിനു വേണ്ടി കാത്തിരുന്നേ പറ്റൂ. ഇതിന് വളരെ സിമ്പിളായിട്ട് ഒരു മാതാജി ഒരു ആൻസർ ഒരിക്കൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മൾ ഒരു വ്യക്തിക്ക് കടം കൊടുക്കുകയാണ്. നമ്മളൊരു 10,000 രൂപ ഒരു വ്യക്തിക്ക് കടം കൊടുക്കുന്നു. ഈ കടം വാങ്ങുന്ന സമയത്ത് അദ്ദേഹം ഒരു പച്ച കളറിലുള്ള ഷർട്ട് ഇട്ടിട്ടാണ് നമ്മുടെ അടുത്തുനിന്ന് ഈ 10,000 രൂപ വാങ്ങിയത്. അടുത്ത ദിവസം തിരിച്ചു തരാം, അതല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച അത് തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത്. നിങ്ങൾ നോക്കുമ്പോൾ അടുത്ത തിങ്കളാഴ്ച അദ്ദേഹം വെളുത്ത കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് വരുന്നത്. വെളുത്ത ഷർട്ട് ഇട്ട് വരുന്ന അയാളെ കാണുമ്പോൾ നമ്മൾ എന്താ പറയുക, അയ്യോ എനിക്ക് ഈ ഡ്രസ്സിൽ എന്തായാലും എനിക്ക് പൈസ തിരിച്ചു തരണ്ട, നിങ്ങൾ ആ പച്ച ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ട് മതി, എനിക്ക് പൈസ തിരിച്ചു തരിക എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. നമ്മൾ കൊടുത്ത വസ്തു എന്താണോ അതാണ് നമ്മൾ തിരിച്ചു ചോദിക്കുന്നത്, അല്ലെ? ഇതേമാതിരിയാണ് കർമ്മം. നമ്മുടെ ഉടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. ഈ ശരീരം ഉപേക്ഷിച്ചാലും നമ്മൾ ചെയ്തു വെച്ച കർമ്മം അതുപോലെ തന്നെ ഇരിക്കും. ആ കർമ്മത്തിന്റെ ഫലം നമ്മൾ വരുന്ന ഓരോ ജന്മങ്ങളിലായിട്ട് തിരിച്ച് വീട്ടിയെടുക്കേണ്ടതായിട്ട് തന്നെ വരും. അത് വളരെ സിമ്പിളായിട്ട് ആൻസർ പറഞ്ഞു എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് അത് തന്നെ കോട്ട് ചെയ്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്.
അപ്പോൾ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ശരീരം എന്ന് പറയുന്നത് വെറും വസ്ത്രത്തിന് തുല്യമാണ്. ഈ വസ്ത്രം മാറുന്നതിനനുസരിച്ച് നമ്മുടെ കർമ്മത്തിന് മാറ്റമൊന്നും വരില്ല, കർമ്മഫലത്തിന് മാറ്റമൊന്നും വരില്ല. ചെയ്തു വെക്കുന്ന കർമ്മത്തിനനുസരിച്ച് തന്നെയാണോ ഓരോരുത്തർക്കും അവരവരുടെ ജീവിത സാഹചര്യങ്ങളിൽ മാറ്റം വരുന്നത്. അപ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കൂ. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയും പെൻഡിങ് വെച്ച ചോദ്യങ്ങളുണ്ട്, അതും കൊണ്ട് അടുത്ത ദിവസം വരാമെന്ന് വിചാരിക്കുന്നു. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരി.